ഇന്ന് മൈൻഡ് പ്ലസിന്റെ 1593 സെഷൻ. ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ ഒന്ന് ശ്രദ്ധിക്കാം. ആ വ്യക്തിയുടെ പിന്നിൽ പരിചിതമായ വീടുകൾ, അന്തരീക്ഷം, സുരക്ഷിതമായ ആളുകൾ എല്ലാം ഉണ്ട്. പക്ഷേ പെട്ടെന്ന് ആ വ്യക്തി നിൽക്കുന്ന ആ ഒരു എഡ്ജ് തകരുന്നു. മുന്നോട്ടു ചാടാൻ നിർബന്ധിതനാകുന്നു. എന്തെന്നറിയാത്ത ഒരു സ്ഥലത്തേക്ക്. അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പേടി തോന്നും. പലപ്പോഴും മാറ്റങ്ങൾ അങ്ങനെയാണ്. ഒരു സൂചനയും തരാതെ, ഒരു വാണിങ്ങും ഇല്ലാതെ വരും. അതൊരു ജോലി നഷ്ടമാവാം, റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കാത്ത തീരുമാനങ്ങളാവാം, ഹെൽത്ത് ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളാവാം. ജീവിതം നമ്മുടെ നിലനിൽപ്പിനെ തന്നെ തകർത്ത് കളയും ചില സമയം. ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്ന വിഷയം ഫേസ് ദ ചേഞ്ച്. It is not the strongest of the species that survive, nor the most intelligent, but the one most responsive to change. ഈ ഭൂമിയിൽ ഇന്നുവരെ സർവൈവ് ചെയ്ത ഇനം ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ശക്തിയുള്ള ഇനമല്ല, ഏറ്റവും ബുദ്ധിയുള്ള ഇനവുമല്ല. ഏത് സ്പീഷീസ് ആണോ, ആരാണോ മാറ്റങ്ങളെ സ്വീകരിച്ച് അതിജീവിക്കുന്നത്, അതാണ് സർവൈവ് ചെയ്യുക. ചാൾസ് ഡാർവിന്റെ വളരെ ഫേമസ് ആയ ഒരു കോട്ടാണിത്. വാട്ട് ഈസ് ചേഞ്ച്? എന്താണ് മാറ്റം? ചേഞ്ച് ഈസ് കോമൺലി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ത്രൂ വിച്ച് സംതിങ് ബിക്കംസ് ഡിഫറെന്റ്. എന്തെങ്കിലും വ്യത്യസ്തമാകുന്ന പ്രക്രിയയാണ് സാധാരണയായി മാറ്റം എന്ന് നിർവചിക്കുന്നത്. എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്നത്? പേഴ്സണൽ ചേഞ്ചസ്, ഹാബിറ്റ്സ് ആവാം, ഹെൽത്ത് ചേഞ്ചസ് ആവാം, ഇമോഷണൽ ചേഞ്ചസ് ആവാം, ഫാമിലി ആൻഡ് സോഷ്യൽ ചേഞ്ചസിൽ, റിലേഷൻഷിപ്സിൽ, സോഷ്യൽ എൻവയോൺമെന്റിൽ, അതുപോലെ തന്നെ പ്രൊഫഷണൽ ചേഞ്ചസുകൾ, ജോബ് റിലേറ്റഡ് ആയി വരാം, ലേണിംഗുമായി വരാം, കരിയർ സംബന്ധിച്ച് വരാം, എൻവയോൺമെന്റൽ ചേഞ്ചസ് വരാം, കാലാവസ്ഥ, സ്ഥിരമായ യാത്രാ വഴികൾ, സ്ഥലം മാറുന്നത്, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ചേഞ്ചസ് വരാം. എത്രമാത്രം പുതിയ ടെക്നോളജീസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇന്റേണൽ മൈൻഡ് സെറ്റ് ചേഞ്ചസ് വരാം, വിശ്വാസങ്ങളിൽ, ആറ്റിറ്റ്യൂഡിൽ, പെർസ്പെക്റ്റീവിൽ. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് വരാം, കറന്റ് ട്രെൻഡ്സ്, കൾച്ചറൽ നിയമങ്ങൾ. അങ്ങനെ ഒരുപാട് ചേഞ്ചസുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്, ഇനിയുമുണ്ട്. ഹൗ ഡു വി റിയാക്ട് ടു ചേഞ്ച്? ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, ചേഞ്ച് വരുമ്പോൾ എങ്ങനെയാണ് ആളുകൾ റിയാക്ട് ചെയ്യുന്നത്? അപ്രോക്സിമേറ്റ് ആയി ചേഞ്ച് ആക്സെപ്റ്റൻസിന്റെ കണക്ക് എന്ന് നോക്കുമ്പോൾ 15 തൊട്ട് 20% ആളുകൾ മാറ്റങ്ങളെ ഈസിലി പോസിറ്റീവായി സ്വീകരിക്കും. 50 മുതൽ 60% ആളുകൾ ന്യൂട്രൽ ആയിരിക്കും, അല്ലെങ്കിൽ ആദ്യമൊക്കെ ഒരു താല്പര്യക്കുറവ് അഥവാ മടി കാണിക്കും. പക്ഷേ വേണ്ട സപ്പോർട്ടും അതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞു മനസ്സിലാക്കിയാൽ അവർ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ 20 മുതൽ 30% ആളുകൾ ആക്റ്റീവ്ലി ശക്തമായി എതിർക്കും ചേഞ്ചിനെ. വൈ ഡു വി റെസിസ്റ്റ് ചേഞ്ച്? എന്തുകൊണ്ടാണ് ആളുകൾ മാറ്റങ്ങളെ എതിർക്കുന്നത്, ഇഷ്ടപ്പെടാത്തത്? എന്തിനാണ് നമ്മൾ ഭയക്കുന്നത് അല്ലെങ്കിൽ മടിക്കുന്നത്? People feel the pain of loss about twice as strongly as they feel the pleasure of comparable gain. ആളുകൾക്ക് നേട്ടങ്ങളുടെ സന്തോഷത്തിനേക്കാൾ നഷ്ടത്തിന്റെ വേദന ഫീൽ ആകുന്നത് 2 ഇരട്ടിയാണത്രേ. അതുകൊണ്ടാണ് ചേഞ്ചിനെ ഭയക്കുന്നത്. നേട്ടത്തിനേക്കാൾ നഷ്ടങ്ങളെയാണ് ഭയക്കുന്നത്. ചേഞ്ചിനെ നേരിടുമ്പോൾ നമ്മൾ
കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിനെല്ലാമായിരിക്കും? എൻ്റെ കംഫർട്ട് സോൺ നഷ്ടപ്പെടുമോ? എൻ്റെ സ്റ്റാറ്റസും കൺട്രോളും നഷ്ടപ്പെടുമോ? സുപരിചിതമായ സാഹചര്യവും സ്റ്റെബിലിറ്റിയും ഇല്ലാതെയാകുമോ? ഞാൻ പരാജയപ്പെടുമോ? തോൽക്കുമോ? ഇപ്പോൾ ഉള്ളതിനേക്കാൾ മോശമായ സാഹചര്യത്തിലേക്കാണ് ഞാൻ പോകുന്നതെങ്കിലോ? എനിക്ക് പിന്നെ തിരിച്ചു വരാൻ സാധിച്ചില്ലെങ്കിലോ? ജോലി സ്ഥലത്താണെങ്കിൽ എൻ്റെ കൊളീഗ്സ്, കൂടെ ജോലി ചെയ്യുന്നവർ നഷ്ടപ്പെട്ടാലോ? നഷ്ടപ്പെടും. നല്ല സാഹചര്യം, നല്ല പൊസിഷൻ, നല്ല സാലറി ഉണ്ടെങ്കിലും ബ്രെയിൻ കൂടുതൽ ചിന്തിക്കുന്നത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഓർത്താണ്. അതിനെയാണ്. ആ മാറ്റങ്ങൾ ഗ്രോത്ത് തരുന്നതാണെങ്കിലും, നമുക്ക് വരുന്ന മാറ്റങ്ങൾ ഗ്രോത്ത് തരുന്നതാണെങ്കിലും, പുതിയ അവസരങ്ങളായാലും ഇംപ്രൂവ്മെന്റ് ആയാലും എന്തൊക്കെ നഷ്ടപ്പെടും എന്ന ഒരു ഇമോഷണൽ റിയാക്ഷൻ ആണ് വളരെ സ്ട്രോങ് ആയി നിൽക്കുക. ഇത് ആ മാറ്റത്തിനെ എതിർക്കും, അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, അപ്രതീക്ഷിതമായി നമുക്കൊരു 1000 രൂപ കിട്ടുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ നമ്മുടെ അടുത്തുള്ള ഒരു 1000 രൂപ നഷ്ടപ്പെടുമ്പോഴുള്ള സങ്കടം വളരെ വലുതാണ്. ഇതൊന്നും നമ്മുടെ തെറ്റല്ല. നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് നാച്ചുറലി. സയൻസ് പരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ പ്രധാന വർക്ക് എന്ന് പറയുന്നത് നമ്മളെ സേഫായി വയ്ക്കുക എന്നതാണ്. എന്തെങ്കിലും അൺസർട്ടനിറ്റി കണ്ടാൽ ഉടൻ തന്നെ ബ്രെയിൻ തന്റെ ഇമോഷണൽ അലാം സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യും. പുതിയ സാഹചര്യങ്ങൾ, പുതിയ വഴികൾ, പുതിയ ചിന്തകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ബ്രെയിനിന് പുതിയ ന്യൂറൽ പാത്വേസ് സൃഷ്ടിക്കണം. അത് കൂടുതൽ കോഗ്നിറ്റീവ് ലോഡ് ഉണ്ടാക്കും. അത് കൂടുതൽ അധ്വാനമാണ്. പക്ഷെ ബ്രെയിനിന് ഇഷ്ടം റിപ്പിറ്റേഷൻ ആണ്, ഹാബിറ്റ്സ് ആണ്. ബ്രെയിൻ എപ്പോഴും ഒരു ഓട്ടോ പൈലറ്റ് രൂപത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഇഷ്ടം. സോ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ അത്യാവശ്യമാണ്. പക്ഷെ ബ്രെയിൻ നമ്മളോട് അത്ര സഹകരിക്കുന്നില്ല. ചേഞ്ചിനെ ഭയക്കേണ്ട ആവശ്യമില്ല. അതിനെ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ചേഞ്ച് ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒന്നും വളരില്ല, ഒന്നും പൂക്കില്ല. മാത്രമല്ല, നമ്മൾ ഇന്ന് കാണുന്ന വ്യക്തികൾ ആരും ഇങ്ങനെയായി തീരുകയുമില്ല. യോഗാചാര്യൻ BKS അയ്യങ്കാർ പറഞ്ഞ വാക്കുകളാണ്. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ നമ്മൾ എല്ലാവരും ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് മാറുന്നു, സാഹചര്യങ്ങളിൽ മാറ്റം വരുന്നു, ചെറിയ രീതിയിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു ദിവസവും. അപ്പൊ അത് മാറ്റമല്ലേ? അതിനെയൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ അത് റിയലൈസ് ചെയ്യുന്നു പോലുമില്ല. മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നു, നമുക്ക് ചുറ്റും ഉണ്ടാകുന്നു എന്ന് റിയലൈസ് ചെയ്യുന്നു പോലുമില്ല. ശരിയല്ലേ? യെസ്, അതെ. ബ്രെയിനിന് ചെറിയ ചെറിയ ചേഞ്ചസ് ഓക്കെയാണ്. പക്ഷേ സഡൻ ചേഞ്ചസ് ആണ് അതിന് റെസിസ്റ്റ് ചെയ്യുക. ബ്രെയിൻ റെസിസ്റ്റ് ചെയ്യുന്നത് സഡൻ ചേഞ്ചസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പൈസ ചിലവുള്ള ഒരു വലിയ കാര്യമുണ്ട്. വലിയൊരു amount നമുക്ക് വേണം. നമ്മുടെ അടുത്ത് ആ പൈസ കയ്യിൽ ഉണ്ടെങ്കിലും ആ ഒരു ചിലവ് പെട്ടെന്ന് ചെയ്യാൻ മടിക്കും. പക്ഷെ അതേ ചിലവ് ഒരു 6 മാസം കൊണ്ട് ചെലവാക്കണം. അപ്പോഴാണെങ്കിലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം എങ്കിൽ അത് നമ്മുടെ ബ്രെയിന് സമ്മതിക്കും. സോ ഇപ്പോ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ചേഞ്ചിനെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്താൽ ബ്രെയിനിനെ സമ്മതിപ്പിക്കാൻ സാധിക്കുമെന്ന്. ശരിയാണ്, അത് വളരെ ശരിയാണ്. ഇതുവരെ നമ്മൾ കണ്ടത് ചേഞ്ച് എന്നത് ആവശ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. അത് ചെറിയ ചെറിയ സ്റ്റെപ്സ് ആക്കി മാറ്റിയാൽ ബ്രെയിൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ വേറൊരു കാര്യം, എല്ലാ ചേഞ്ചസും സ്ലോ ചേഞ്ചസ് ആകണമെന്നുണ്ടോ? ചിലത് ഇപ്പോൾ തന്നെ നടപ്പിലാക്കണം എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹൗ ടു ഹാൻഡിൽ അർജന്റ് ഓർ ഡിഫിക്കൽട്ട് ചേഞ്ച്? The first step toward change is awareness. The second step is acceptance.
ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചേഞ്ചിനെ കുറിച്ചുള്ള അവയർനെസ് ആണ്. അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. പ്രശസ്ത സൈക്കോ തെറാപ്പിസ്റ്റ് നഥാനിയൽ ബ്രാൻഡൻ പറഞ്ഞ വാക്കുകളാണിത്. മാറ്റത്തെ ഒഴിവാക്കാൻ സാധ്യമല്ല എന്നത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മാറ്റം എന്നത് നടന്നിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ഒന്ന് കരുതിയിരിക്കണം, ഒന്ന് ഫോക്കസ്ഡ് ആയിരിക്കണം. അത് ഹെൽത്തിലായാലും റിലേഷൻഷിപ്പിലായാലും ജോലിയിലായാലും നമ്മുടെ ഇപ്പോഴത്തെ ശീലങ്ങളിലായാലും എല്ലാം ഓക്കെ ആണോ? നമ്മുടെ ചിന്തകളും സംസാരിക്കുന്ന വാക്കുകളും എല്ലാം ശരിയാണോ? ജോലിയിൽ നമ്മുടെ സ്കിൽസ്, ടെക്നിക്സ് എല്ലാം അപ് ടു ഡേറ്റ് ആണോ? എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എൻ്റെ രീതികൾ എപ്പോഴും ശരിയായിരിക്കും, എൻ്റെ ചിന്തകളും വാക്കുകളും പെർഫെക്റ്റ് ആയിരിക്കും എന്ന് എപ്പോഴും നമ്മൾ കരുതരുത്. മാറ്റങ്ങൾ വേണമെങ്കിൽ ഉടൻ തന്നെ സ്വീകരിക്കണം. പഴയ വഴികളിൽ മാറ്റം വരുത്തുക. പുതിയ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളെ, കഴിവുകളെ സ്വീകരിക്കുക. മാറ്റങ്ങൾ ആവശ്യമാണ്, മാറ്റങ്ങൾ നല്ലതിനാണ് എന്ന് നമ്മളെ ഓരോ ദിവസവും മനസ്സിലാക്കി തരുന്നു നമ്മുടെ മൈൻഡ് പ്ലസ്. താങ്ക് യു ജോർജ് സാർ, താങ്ക് യു ഉണ്ണികൃഷ്ണൻ സാർ. ഈ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന തിരിച്ചറിവുകൾ ലോകത്തിൽ എവിടെ പോയാലും കിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അത് വളരെ നന്നായി അറിയാം. മാറ്റങ്ങളുടെ ആ ഒരു ഇമോഷണൽ യാത്രയെ നമ്മൾ മനസ്സിലാക്കണം. മാറ്റം എന്നത് അത് പുറമേ നടക്കുന്ന ഒരു കാര്യം മാത്രമല്ല. ഇറ്റ് ഈസ് ആൻ ഇന്നർ പ്രോസസ്. നമുക്കുള്ളിൽ നടക്കുന്ന ഒരു സംഭവം കൂടിയാണ്. Acknowledge what you are letting go of. Give yourself permission to grieve what you are leaving behind. നമ്മുടെ അടുത്തു നിന്നും എന്താണോ പോകുന്നത് എന്ന് മനസ്സിലാക്കാം, ആക്സെപ്റ്റ് ചെയ്യാം. എക്സാമ്പിൾ, ജോലി മാറുകയാണ് എങ്കിൽ നമുക്കറിയാം നമ്മുടെ പഴയ കൊളീഗ്സിനെ നമ്മൾ മിസ് ചെയ്യും. പുതിയ ജോലിയിൽ കയറുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാകും. ഇവിടെ നമ്മൾ ക്ഷമയോടെ ഇരിക്കാം. ചില സമയത്ത് എന്തിനാണ് ഇതൊക്കെ എന്ന് മനസ്സിലാകില്ല. ലെറ്റ് ഇറ്റ് പാസ്. സമയം പിടിക്കും. ഒരു പുതിയ തുടക്കം ഉണ്ടാകും. ഫുൾ കോൺഫിഡൻസോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചേഞ്ചിനെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഹൃദയം കൊണ്ടും കൂടിയാണ്. നമ്മൾ ലോജിക്കൽ മെഷീൻസ് മാത്രമല്ല, ബട്ട് ഇമോഷണൽ ബീയിങ്സ്. NLP ക്ലാസസ് ആൻഡ് മൈൻഡ് പ്ലസിൽ നന്നായി ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. സ്വിച്ച് എന്ന ഒരു പുസ്തകത്തിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മുടെ ഇമോഷൻസിനെ ഒരു ആന ആയിട്ട് സങ്കല്പിക്കുന്നു. ആന എന്ന് പറയുന്നതിനെ അർത്ഥം ഇമോഷണൽ സൈഡ് അത്രയും വലുപ്പം ഉണ്ട് എന്ന അർത്ഥത്തിലാണ്. ലോജിക്കൽ സൈഡ് എന്ത് തന്നെ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും നമ്മുടെ ഇമോഷണൽ സൈഡ് കൂടി സഹകരിക്കണം. എന്നാലാണ് നമ്മൾ പോകേണ്ട പാതയിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അതിന് നമ്മുടെ ഇമോഷൻസ് എന്ന എലിഫന്റിനെ മോട്ടിവേറ്റ് ചെയ്യണം ഇമോഷണലി. ഫോർ എക്സാമ്പിൾ, എനിക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങണം. ലോജിക്കൽ പേഴ്സൺ, ലോജിക്കൽ റീസൺ, എക്സസൈസ് എൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അത് തന്നെ ഇമോഷണൽ റീസൺ ആക്കാം. എൻ്റെ കുട്ടികളുടെ കൂടെ കളിക്കാൻ എനിക്ക് എനർജി വേണം. എനിക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യാൻ എനിക്ക് എനർജി വേണം. അതുപോലെ തന്നെ എൻ്റെ കരിയർ ചേഞ്ച് ചെയ്യണം, ജോബ് ചേഞ്ച് ചെയ്യണം. ലോജിക്കൽ റീസൺ, നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇമോഷണൽ റീസൺ, രാവിലെ എണീറ്റ് ജോലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ആകണം. അങ്ങനെ ആയിരിക്കണം ജോലി.
പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ടു ഹാൻഡിൽ ഡിഫിക്കൽട്ട് ചേഞ്ചസ്. സത്യസന്ധമായി സമ്മതിക്കുക, മാറ്റം സത്യമാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചേഞ്ച് അത് നടന്നേ തീരും. നമ്മുടെ മുന്നിൽ എന്താണോ മാറ്റം വന്നിരിക്കുന്നത്, മാറ്റേണ്ടിയിരിക്കുന്നത്, അത് നടന്നേ തീരും. അങ്ങനെ നമ്മൾ സമ്മതിക്കുമ്പോൾ നമ്മുടെ പേടി കുറയും. എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നത്? ആളുകൾ, ശീലങ്ങൾ, പതിവ് റൂട്ടീൻസ്, കംഫർട്ട് സോൺസ്. മേ ബി നമ്മളുടെ പഴയ കൊളീഗ്സിനെ മിസ് ചെയ്യും. പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റേണ്ടി വരും. ദാറ്റ്സ് ഓക്കെ. സങ്കടപ്പെടാതെ നന്ദി പറയാം, ഇത്രയും ദിവസം നല്ലൊരു അനുഭവം തന്നതിന്. അതുപോലെ തന്നെ പഴയത് ഉപേക്ഷിച്ച് പുതിയതിൽ കടക്കുമ്പോൾ ഒരു ചെറിയ ബ്ലാങ്ക് പീരീഡ് ഉണ്ടാകും. അവിടെ കൺഫ്യൂഷൻ, പേടി എല്ലാം തോന്നാം. ഈ സമയത്ത് ജേർണലിംഗ് നമുക്ക് വളരെ നല്ലതാണ്. ക്ഷമയോടെ ഇരിക്കാം. ഇവിടെയാണ് നമ്മുടെ ട്രാൻസിഷൻ, മാറ്റം നടക്കുന്നത്. പുതിയ അന്തരീക്ഷത്തിൽ എല്ലാം ഒന്നിച്ച് നടത്തണം, എല്ലാം ഒന്നിച്ച് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. പുതിയൊരു മാറ്റം വരുന്ന സമയത്ത് ഇപ്പൊ തന്നെ നമ്മൾ എല്ലാം ഒന്നിച്ച് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. ജഡ്ജ്മെന്റ് ചെയ്യണ്ട. ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ, സ്മോൾ വിൻസ്, അത് കോൺഫിഡൻസ് നമുക്കുള്ളിൽ ഉണ്ടാക്കും. പുതിയ എൻവയോൺമെന്റിൽ എപ്പോഴും ചിന്തിക്കുക, ഇതിൽ നിന്നും എനിക്ക് എന്താണ് പഠിക്കാനുള്ളത്? ജോർജ് സാർ എപ്പോഴും പറയാറില്ലേ, ഇതിൽ നിന്നും നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? അത് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. എനിക്ക് എങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാവുക? എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാതെ എന്ത് പുതിയ അവസരങ്ങളാണ് എനിക്ക് ലഭിക്കുക എന്ന് നമുക്ക് ചിന്തിക്കാം. ക്യൂരിയോസിറ്റി പേടിയെ ഇല്ലാതെയാക്കും. ചേഞ്ച് ഇമോഷണൽ ആണ്, ലോജിക്കൽ മാത്രമല്ല. അഫർമേഷൻസ്, വിഷൻ ബോർഡ്, NLP ടെക്നിക്സ് എല്ലാം നമുക്ക് വളരെ അധികം ചേഞ്ചിന് സഹായിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏത് ഈസി മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? എന്തെങ്കിലും ബെറ്റർ വേ ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. ആരോടെങ്കിലും വേണമെങ്കിൽ ഹെൽപ്പ് ചോദിക്കാം. ബുക്ക് വായിക്കണം എന്ന ആഗ്രഹമുള്ളവർ ബുക്കിനെ ബെഡിന്റെ അടുത്ത് തന്നെ വെക്കാം. എക്സസൈസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നവർ നേരത്തെ തന്നെ എക്സസൈസ് ഡ്രസ്സും ഷൂസും വാട്ടർ ബോട്ടിലും എല്ലാം റെഡിയാക്കി വെക്കാം. ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാലും സെലിബ്രേറ്റ് ചെയ്യാം. ജീവിതത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടായ മാറ്റങ്ങൾ, ഫോർ എക്സാമ്പിൾ നഷ്ടങ്ങൾ, പ്രതീക്ഷിക്കാത്ത വളവുകൾ ഒട്ടും നമ്മുടെ സമ്മതമില്ലാതെയാണ് വരുന്നത്. അത് വരുമ്പോൾ കൊടുങ്കാറ്റ് പോലെ ഈ ഭൂമി തന്നെ പിളരുന്നത് പോലെ ആയിരിക്കും ചില സമയം. അത് നമ്മളെ ശ്വാസം വിടാൻ പോലും സമയം തരില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുമോ എന്ന് വരെ ചിന്തിച്ചു പോകും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കഴിവും എബിലിറ്റിയും നമുക്ക്, ശക്തിയും നമുക്കുണ്ട്. ഇന്ന് ഈ നിമിഷം നമ്മൾ ഉണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ സാർ എപ്പോഴും പറയാറില്ലേ, ഇന്ന് ഈ നിമിഷം നന്ദി പറയാൻ നമ്മൾ ഉണ്ടല്ലോ. ശ്വാസമെടുക്കുന്നു, പോരാടുന്നു. അതിന്റെ അർത്ഥം നമ്മൾ ആ മാറ്റത്തിനെ അതിജീവിക്കുന്നു എന്നാണ്. നമ്മൾ മാറ്റത്തിനെ അതിജീവിക്കുന്നു, വിജയിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗം, നല്ല ഭാഗം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ, എഴുതപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. ഈ സെഷന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ സ്ലൈഡിൽ കണ്ട ആ ഒരു വ്യക്തി നമ്മളാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളിവിടെ സംസാരിച്ചത് വെറും മാറ്റങ്ങളെ അതിജീവിക്കുക മാത്രമല്ല, എങ്ങനെ മാറ്റങ്ങളെ നേരിടണം, മാറ്റങ്ങളോട് എങ്ങനെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകണം, എങ്ങനെയാണ് നമ്മളെ തന്നെ ഒരു ബെറ്റർ, സ്ട്രോങ്ങർ പേഴ്സൺ ആക്കാൻ
ആക്കാം എന്നതാണ്. സത്യത്തിൽ നമ്മൾ പറക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വീഴും എന്ന ഭയം ഉണ്ടാകില്ല. താങ്ക് യു ജോർജ് സാർ, താങ്ക് യു ഉണ്ണികൃഷ്ണൻ സാർ, ഞങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നതിന് മൈൻഡ് പ്ലസിലൂടെ. ഇനി നമുക്ക് ഇന്നത്തെ മെഡിറ്റേഷനിലേക്ക് കടക്കാം.